ഹലോ, എ വെരി വാം വെൽക്കം. നമ്മളിന്ന് കേരള യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെം കുട്ടികളുടെ നവീൻ സങ്കലൻ എന്ന ടെക്സ്റ്റിലെ ഗില്ലു എന്ന ഒരു സംസ്മരണമാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ് ആസ്വദിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഓർമ്മക്കുറിപ്പാണ്. ഓർമ്മക്കുറിപ്പിനെ ഹിന്ദിയിൽ സംസ്മരൺ എന്ന് പറയും. സംസ്മരൺ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സമ്യക് സ്മരൺ, പൂർണ്ണമായിട്ടും സ്മരിച്ച് ഒരു എഴുത്തുകാരൻ വളരെ മനോഹരമായി ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആകാം, അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെ പറ്റിയാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റിയാകാം, വളരെ മനോഹരമായി ഓർമ്മകൾ കോർത്തിണക്കി മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനെയാണ് സംസ്മരൺ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ മഹാദേവി വർമ്മ വളരെയധികം ഫേമസ് ഒരു സംസ്മരൺ റൈറ്ററാണ്. അവരുടെ ഈ ഒരു ഗില്ലു എന്ന ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞിൻ്റെ ഒരു സംസ്മരണമാണ്. അത് അവരുടെ മേരാ പരിവാർ എന്നൊരു കളക്ഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മഹാദേവി വർമ്മ ബേസിക്കലി ഒരു പോയറ്റായിരുന്നു, കവയിത്രിയായിരുന്നു. ഒപ്പം തന്നെ വളരെ നല്ല സംസ്മരണവും രേഖാചിത്രവും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സോനാഹിർണി എന്ന സംസ്മരൺ ഈ ചാനലിൽ അപ്ലോഡഡ് ആണ്. പിന്നീട് അവരുടെ നീൽകണ്ഠ് മോർ എന്ന് പറഞ്ഞത് ഒരു പീക്കോക്കിനെ വളർത്തുന്നത്, അതും വളരെ റെയറായിട്ടാണ് അല്ലേ. ഈവൻ സോനാഹിർണി, മാനിനെയൊക്കെ ആരാ വളർത്തുക? മഹാദേവി വർമ്മജിക്ക് ഒരുപാട് പെറ്റ് ആനിമൽസ് ഉണ്ടായിരുന്നു. അവർക്ക് അവരോട് വളരെ സ്നേഹവുമായിരുന്നു. അപ്പം നായക്കൾ, പൂച്ച ഇതൊക്കെ നാച്ചുറലി ഉണ്ട്. ഒപ്പം തന്നെ ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ അവർ വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അണ്ണാനെ തന്നെ, അണ്ണാൻ കുഞ്ഞിനെയൊക്കെ വളരെ റെയറായിട്ടാണ് ആരെങ്കിലും പെറ്റ് ആനിമലായിട്ട് വളർത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗില്ലുവിൻ്റെ കഥയാണ്, വളരെ ടച്ചിങ് ഒരു കഥയാണ് ഗില്ലു എന്ന മഹാദേവി വർമ്മയുടെ സംസ്മരൺ. നമുക്ക് നേരെ ഗില്ലുവിലേക്ക് പോകാം. सोनजूही में आज एक पीली कली लगी है. इसे देखकर अनायास ही उस छोटे जीव का स्मरण हो आया जो इस लता की सघन हरितिमा में छिप कर बैठता था और फिर मेरे निकट पहुँचते ही कंधे पर कूद कर ചോങ്കാ ദേത്താ ഥാ. അപ്പം നേരത്തെ പറഞ്ഞു ഇതൊരു സംസ്മരണമാണ്, ഇതൊരു മെമ്മറി ബേസ്ഡ് ആണ്, ഓർമ്മകളിൽ നിന്ന് ചകഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് സോൻജുഹി എന്ന ആ ഒരു വള്ളിച്ചെടിയിൽ ഒരു മഞ്ഞ മൊട്ട് വിരിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉസ് ഛോട്ടേ ജീവ് കാ സ്മരൺ ഹുവായ, ആ ഒരു ചെറിയ ആനിമൽ, ആ ഒരു ചെറിയ ജീവനെ എനിക്ക് ഓർമ്മ വന്നു. ജോ ഇസ് ലതാ കി സഘൻ ഹരിതിമാ മേ ഛിപ് കർ ബൈഠതാ ഥാ. ഈ സോൻജുഹിയുടെ വള്ളിച്ചെടിയുടെ ആ പച്ചിപ്പിൽ, ഹരിതിമ പച്ചിപ്പ്, ആ പച്ചിപ്പിൽ ഒളിഞ്ഞിരുന്ന് എന്നെ പേടിപ്പിക്കുന്ന ആ ഒരു ചെറിയ ജീവനെ എനിക്ക് ഓർമ്മ വന്നു. और मेरे निकट पहुँचते ही कंधे पर कूद कर मुझे चौंकाता था. ഞാൻ അടുത്തോട്ടെത്തുമ്പോൾ, സോൻജുഹിയുടെ വള്ളിച്ചെടിയുടെ അടുത്തോട്ടെത്തുമ്പോൾ ആ ജീവ് എൻ്റെ മുകളിലോട്ട് ചാടി എന്നെ പേടിപ്പിക്കുമായിരുന്നു. तब मुझे कली की खोज रहती थी, पर आज उस लघु प्राण की खोज है. അപ്പോൾ അന്ന് ആ ഒരു അണ്ണാങ്കുഞ്ഞ് എന്നെ ചാടി പേടിപ്പിക്കുമ്പോൾ എനിക്ക് ഈ സോൻജുഹിയിൽ മൊട്ട് വിരിഞ്ഞോ എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. പക്ഷേ ഇന്ന് മൊട്ട് വിരിഞ്ഞിട്ടുണ്ട്, മഞ്ഞ മുട്ട് വളരെ ആകർഷകമായി വിരിഞ്ഞ് നിൽപ്പുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ആ അണ്ണാങ്കുഞ്ഞ് ഇല്ല. അപ്പോൾ ഇന്ന് എനിക്ക് മുട്ട് വിരിഞ്ഞപ്പോൾ ആ ഗില്ലുവിനെയാണ് ഓർമ്മ വരുന്നത്. परंतु वह तो अब तक इस सोनजूही की जड़ में मिट्टी होकर मिल गया होगा. कौन जाने स्वर्णिम कली के बहाने वही मुझे चौंकाने ऊपर आ गया हो. പക്ഷേ ഇന്ന് ആ ഒരു ചെറിയ ജീവി എൻ്റെ കൂടെ ഇല്ല. അതിനെ ഞാൻ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? ഈ സോൻജുഹിയുടെ ചെടിയുടെ മൂട്ടിൽ തന്നെയാണ് അതിൻ്റെ ബോഡി ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ സ്വർണ്ണ നിറത്തിലുള്ള മൊട്ട് വിരിഞ്ഞത് ഒരുപക്ഷെ അത് ഈ അണ്ണാനിൻ്റെ തന്നെ പുനർജന്മമായിരിക്കാം. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി, എന്നെ കൗതുകപ്പെടുത്താൻ വേണ്ടി ആ ഒരു വള്ളിച്ചെടിയിലൂടെ ഈ മൊട്ട് വിരിഞ്ഞത് അതെൻ്റെ ഗില്ലു തന്നെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു മൊട്ട് വിരിഞ്ഞ്, സോൻജുഹിയുടെ ആ ഒരു മഞ്ഞ മൊട്ട് വിരിഞ്ഞപ്പോൾ മഹാദേവി വർമ്മയ്ക്ക് താൻ വളർത്തിയ ആ ചെറിയ അണ്ണാങ്കുഞ്ഞിനെ ഓർമ്മ വരും. അങ്ങനെയാണ് ഈ സംസ്മരൺ എഴുതിയിരിക്കുന്നത്. परंतु वह तो अब इस सोनजूही की जड़ में मिट्टी होकर मिल गया होगा. कौन जाने स्वर्णिम कली के बहाने वही मुझे चौंकाने ऊपर आ गया हो. अचानक एक दिन सवेरे कमरे से बरामदे में आकर मैंने देखा, 2 कौवे एक गमले के चारों ओर चोंचों से छुआ छुओबल जैसा खेल खेल रहे हैं. ഒരു ദിവസം പെട്ടെന്ന് റൂമിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ വരാന്തയിൽ ഒരു ഫ്ലവർ പോട്ട് ഇരിക്കുന്ന, ഗമല എന്താണ്, ചെടിച്ചട്ടി, അതിൻ്റെ മതിലിൻ്റെ ഇടയ്ക്ക് 2 കാക്കകൾ ചോച്ചോസെ ചുവാ ചുവോബൽ ജൈസാ ഖേൽ ഖേൽ റേ ഹേ. രണ്ട് കാക്കകൾ
എന്തോ അവിടെ ആ ചെടിച്ചട്ടിയുടെ ബാക്കിൽ ചുവോ ചുവോബൽ ജൈസ ഖേൽ ഖേൽ റേ ഹേ, ഇങ്ങനെ ഒളിച്ചും പാത്തും തൊട്ടു തൊട്ടില്ല അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു കളി കളിക്കുന്നു. യഹ കാക് ഭുഷുണ്ടി ഭി വിചിത്ര പക്ഷി ഹൈ, ഏക് സാത്ത് സമാദരിത്, അനാദരിത്, അതിസമ്മാനിത്, അതി അവമാനിത്. ഈ കാക്ക് ഭുഷുണ്ടി എന്ന് വെച്ചാൽ രാമായണത്തിലെ പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്. ഒരു ഋഷിമുനി അതിനെ ശപിക്കുകയുണ്ടായി. അപ്പോൾ കാക്കകളുടെ ഹോൾ ജാതിനെ കാക്ക ഭുഷുണ്ടി എന്ന് ഒരു വിശേഷണം ചേർത്ത് ലേഖിക വിളിക്കുകയാണ്. അതൊരു വിചിത്ര പക്ഷിയാണ് കാക്കകൾ, ഈ ജാതി തന്നെ. എന്താണ്? ഏക് സാത്ത് സമാദരിത്, അനാദരിത്, ഒരേ സമയം അതിനെ വളരെ റെസ്പെക്റ്റ് ചെയ്തിട്ടും അതേപോലെ അതിനെ വളരെ ഇൻസൾട്ടും ചെയ്യും നമ്മൾ. അതിസമ്മാനിത്, ചില സമയത്ത് വളരെ ഇമ്പോർട്ടൻസ് ആണ് അതിന്, ചില സമയത്ത് അതി അവമാനിത്, വളരെയധികം ഇൻസൾട്ടഡ് ആയിട്ട് നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു പക്ഷിയാണ് കാക്ക. അതെന്താണെന്നുള്ളത് അവരടുത്ത പാസേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. हमारे बेचारे पुरखे न गरुड़ के रूप में आ सकते हैं, न मयूर के, न हंस के. നമ്മൾ ഹിന്ദു ഫിലോസഫി അനുസരിച്ച് നമ്മൾ മരിച്ചുപോയ നമ്മുടെ പൂർവികർക്ക് ബലിയിടുമ്പോൾ, വാവിനൊക്കെ നമ്മൾ ബലിയിടത്തില്ലേ, അപ്പോൾ ബലിയിടുമ്പോൾ നമ്മുടെ പൂർവികർ നമ്മുടെ അടുത്ത് കാക്കയുടെ രൂപത്തിലാണ് വരുന്നത്. എങ്കിൽ ഒരുപാട് പക്ഷികൾ വേറെ ഉണ്ട്. ലൈക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പക്ഷികളുണ്ട്. ഗരുഡുണ്ട്, ഗരുഡൻ്റെ രൂപത്തിൽ വരാം. അതിലെ മയൂർ, പീക്കോക്കിൻ്റെ രൂപത്തിൽ വരാം. മയിലൊക്കെ ആണെങ്കിൽ കാണാൻ വളരെ ഭംഗിയാണ്. ഹംസൻ്റെ രൂപത്തിൽ വരാം. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ബേർഡ്സാണ്. പക്ഷേ ഭംഗിയുള്ള പക്ഷികളൊന്നുമല്ല പൂർവികരുടെ രൂപത്തിൽ നമ്മുടെ അന്നം ഭക്ഷിക്കാൻ വരുന്നത്, നമ്മൾ കൊടുക്കുന്ന അന്നം ഭക്ഷിക്കാൻ വരുന്നത്. അവർ ഏത് രൂപത്തിലാണ് വരുന്നത്? കാക്കയുടെ രൂപത്തിലാണ്, ബലിക്കാക്കയുടെ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ സമാദരിത്താണ്, അവർക്ക് ഒരുപാട് റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നത്. उन्हें पितर पक्ष में हमसे कुछ पाने के लिए काक बनकर ही अवतीर्ण होना पड़ता है. इतना ही नहीं, हमारे दूरस्थ प्रियजनों को भी अपने आने का मधु संदेश इसके कर्कश स्वर में ही देना पड़ता है. അതുപോലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിരുന്ന് കാക്ക കുറച്ച് നേരം ചിലക്കുകയാണെങ്കിൽ നമ്മൾ പറയും, ആരോ നമുക്ക് പ്രിയപ്പെട്ടവർ വരാനുണ്ട്, വിരുന്നുകാരാരേലും വരുന്നുണ്ട്, നമ്മുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ അതുപോലെ തന്നെ दूसरी ओर हम कौवा और काँव काँव करने को അവമാനത കെ അർത്ഥ മേ ഹി പ്രയുക്ത് കർത്തേ ഹെ. അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഇരിക്കുന്നവരോട് നമ്മൾ പറയും, എന്തിനാ ഈ കാക്ക ചിലക്കുന്ന പോലെ വെറുതെ കിടന്ന് ചിലക്കുന്നത്? കാരണം കാക്കകൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലേ, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ എല്ലാ എണ്ണം കൂടെ ഒരുമിച്ച് ചിലയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കാക്കേനെ ഇൻസൾട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാക്ക വർഗം ഒരേ സമയത്ത് വളരെ റെസ്പെക്റ്റ് നേടും, അതേപോലെ ഇൻസൾട്ടഡും ആവും. मेरे काक पुराण के विवेचन में अचानक बाधा आ पड़ी, क्योंकि गमले और दीवार की संधि में छिपे एक छोटे से जीव पर मेरी दृष्टि रुक गई. അപ്പം ഞാൻ ഈ രണ്ട് കാക്കകൾ എൻ്റെ ചെടിച്ചട്ടിയുടെ അവിടെ എന്തോ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കാക്കകളെ പറ്റി പല കാര്യങ്ങളും ഓർമ്മ വന്നു. പക്ഷേ പെട്ടെന്ന് എൻ്റെ ദൃഷ്ടി, എൻ്റെ നോട്ടം എവിടെ പതിഞ്ഞു? ആ ചെടിച്ചട്ടിയും ആ മതിലിൻ്റെ ഇടയ്ക്കുള്ള ആ ചെറിയ ഗ്യാപ്പിൽ ഒരു ഛോട്ടേ സേ ജീവ്, ഒരു ചെറിയൊരു ജീവി കിടക്കുന്നു. നിക്കട്ട് ജാക്കർ ദേഖ ഗിൽഹരി കാ ഏക് ഛോട്ടാ സാ ബച്ചാ ഹെ. കൗതുകപൂർവ്വം അടുത്തുപോയി നോക്കിയപ്പോൾ ഒരു ചെറിയ അണ്ണാങ്കുഞ്ഞാണ്. जो संभवतः घोंसले से गिर पड़ा है और अब कौवे जिसमें सुलभ ആഹാർ खोज रहे हैं. അതൊരു പക്ഷേ അടുത്തുള്ള ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ലിയിൽ നിന്ന്, അതിൻ്റെ കൂട്ടിൽ നിന്ന് താഴെ വീണതായിരിക്കാം. ഏതായാലും കൊള്ളാം, ഇപ്പം ആ കാക്കകൾ അതിനെ ഭക്ഷിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. काक द्वय की चोंचों के 2 घाव उस लघु प्राण के लिए बहुत थे, अतः वह निश्चेष्ट सा ഗംലെ സെ ചിപ്ക പടാ ഥ. അപ്പോൾ 2 കൊത്ത് കിട്ടി, കാക്കകൾ 2 കൊത്ത് കൊത്തി ആ അണ്ണാങ്കുഞ്ഞിനെ. അതോടെ അതൊരുമാതിരി ചത്ത പോലെയായി. കാരണം വളരെ ഡെലിക്കേറ്റാണ് അണ്ണാങ്കുഞ്ഞുങ്ങൾ, രോമമൊന്നും വരാതെ തീരെ ചെറുതായിരിക്കും. അപ്പോൾ അതിങ്ങനെ ആ ഒരു ചെടിച്ചട്ടിയോടൊട്ടി ഇങ്ങനെ കിടക്കുകയാണ്. സബ്നെ കഹ कौवे की चोंच का घाव लगने के बाद यह बच नहीं सकता, अतः इसे ऐसे ही रहने दिया जावे. അപ്പോൾ ഈ എഴുത്തുകാരിക്ക്, മഹാദേവി വർമ്മയ്ക്ക് മൃഗങ്ങളോടും പക്ഷികളോടും ഉള്ള സ്നേഹം എല്ലാവർക്കും അറിയാം, വീട്ടിലെല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്കറിയാം ഇനി അടുത്ത സ്റ്റെപ്പ് മഹാദേവി ഇതിനെ രക്ഷിച്ച്, ഇതിനെ ശുശ്രൂഷിച്ച്, ഇതിന് പുതിയ ജീവൻ നൽകുന്ന പരിപാടിയായിരിക്കും. പക്ഷേ അവരെല്ലാവരും ക്ലിയറായിട്ട് പറഞ്ഞു, കാക്ക കൊത്തിയിട്ടുണ്ടെങ്കിൽ, കാക്കയുടെ കൊത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അതിന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്, അതിനെ അവിടെ തന്നെ വിട്ടേരെ. अतः इसे ऐसे ही रहने दिया जावे. परंतु मन नहीं माना. उसे हौले से उठाकर अपने कमरे में लाई, फिर रुई से रक्त पोंछकर
घावों पर पेंसिलिन का मरहम लगाया. പക്ഷേ മഹാദേവി വർമ്മയല്ലേ, മഹാദേവി വർമ്മയ്ക്ക് ഒട്ടും മനസ്സ് വന്നില്ല. ഹോലേസെയാണ് പൊക്കിയത്. ഹോലെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റായിട്ട് സ്ലോലി അപ്നെ കമരമേലായി റൂയിസെ രക്ത് പോഞ്ച, പഞ്ഞി കൊണ്ട് രക്തമെല്ലാം മെല്ലെ മെല്ലെ തുടച്ചു. ഓർ ഘാവോം പർ പെൻസിലിൻ കാ മർഹം ലഗായ, പെൻസിലിനൊക്കെ ഇട്ട് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു. रूई की पतली बत्ती दूध में भिगोकर जैसे तैसे उसके नन्हे से मुंह में लगाई, पर मुंह खुल न सका और दूध की बूंदें दोनों ओर ढुलक गई. പിന്നീട് നോക്കിയേ, പഞ്ഞി പാലിൽ മുക്കി അല്പാൽപ്പം അതിൻ്റെ വായിലോട്ട് വെച്ചു കൊടുത്തു. പക്ഷെ വാ തുറക്കുന്നേ ഇല്ല, തീരെ ചെറുതായിരുന്നു. മൂ ഖുൽനസക ഓർ ദൂത് കി ബൂന്തേ ദോനോ ഓർ ഢുലക് ഗൈ, പാല് രണ്ട് വശത്തോട്ടും പോയല്ലാതെ ആ അണ്ണാങ്കുഞ്ഞിൻ്റെ വായിക്കകത്തോട്ട് പാല് പോയില്ല. कई घंटों के उपचार के उपरांत उसके मुंह में एक बूंद पानी टपकाया जा सका. മണിക്കൂറുകളോളം ശ്രമിച്ചപ്പോഴാണ് ഒരു തുള്ളി വെള്ളം ആ അണ്ണാങ്കുഞ്ഞിൻ്റെ വായിക്കകത്തേക്ക് പോയത്. അപ്പോൾ ഈ മഹാദേവി വർമ്മയുടെ പേഷ്യൻസ് നോക്കണേ, ക്ഷമ നോക്കണേ. ഈ ഒരു ചെറിയ അണ്ണാങ്കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം അവർ പഞ്ഞി വെള്ളത്തിൽ മുക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരുന്നു. तीसरे दिन वह इतना अच्छा और आश्वस्त हो गया कि मेरी उंगली अपने 2 नन्हे पंजों से पकड़कर नीले कांच के मोतियों जैसी आँखों से इधर उधर देखने लगा. മൂന്നാമത്തെ ദിവസം അത് നല്ല ഉഷാറായി. മഹാദേവിയുടെ വിരലിലൊക്കെ കയറി പിടിച്ച് നല്ല തിളങ്ങുന്ന കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. 3-4 मास में उसके स्निग्ध रोए, झब्बेदार पूंछ और चंचल चमकीली आँखें सबको विस्मित करने लगी. 3-4 മാസം ആയപ്പോഴത്തേക്കിന് അതിൻ്റെ നല്ല സോഫ്റ്റ് രോമമൊക്കെ വന്ന്, ജബ്ബേദാർ പൂഞ്ച്, നല്ല വാല്, നമുക്ക് അണ്ണാൻകുഞ്ഞിൻ്റെതാ ഇതുപോലാണ്. അണ്ണാനിൻ്റെ വാലൊക്കെ അറിയാമല്ലോ, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ചഞ്ചൽ ചംകീലി ആഖെ, കണ്ണൊക്കെ നല്ല നല്ല തിളക്കമുള്ളതും ചഞ്ചലാണ്, എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. हमने उसकी जातिवाचक संज्ञा को व्यक्तिवाचक का रूप दे दिया और इस प्रकार हम उसे गिल्लു कहकर बुलाने लगे. അപ്പം ഞങ്ങൾ ഇതിനൊരു പേരിടണമല്ലോ. അപ്പോൾ അണ്ണാങ്കുഞ്ഞിനെ എല്ലാവരും ഹിന്ദിയിൽ ഗിൽഹരി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഗിൽഹരീനെ തന്നെ ഞങ്ങളതിനെ ഷോർട്ടാക്കിയിട്ട് ഗില്ലു എന്ന പേര് ഇട്ട്. मैंने फूल रखने की एक हल्की डलिया में रुई बिछाकर उसे तार से खिड़की पर लटका दिया. അതുപോലെ ഒരു ചെറിയൊരു കൊട്ട, ചെറിയൊരു ബാസ്ക്കറ്റ് ചെറുത് ഒരെണ്ണം തൂക്കി ജനലിൻ്റെ അടുത്ത്, എന്നിട്ട് അതിൻ്റെ വീട് പോലെ ആക്കി. ആ കൊട്ടയ്ക്കകത്ത് അല്പം പഞ്ഞിയൊക്കെ വെച്ച് അതിന് കിടക്കാനുള്ള പൊസിഷനൊക്കെ ആക്കി. वही 2 वर्ष गिल्लू का घर रहा. वह स्वयं हिलाकर अपने घर में झूलता और अपनी कांच के मनकों सी आँखों से कमरे के भीतर और खिड़की से बाहर न जाने क्या देखता समझता रहता था. അപ്പോൾ ആ ഒരു ചെറിയ കൊട്ടയ്ക്കകത്ത് സെൽഫ് എൻ്റർടൈൻമെൻറ്റ് നടത്തുമായിരുന്നു. ഗില്ലു അതിലിരുന്നിട്ട് സ്വയം ഇങ്ങനെ അതിനെ ആട്ടുമായിരുന്നു. എന്നിട്ട് കാച്ച് കെ മൻകോസി ആക്കോസി, നല്ല കണ്ണാടി പോലത്തെ കണ്ണുകളായിരുന്നു തിളങ്ങുന്നത്. അത് കമരേ കെ ഭീത്തർ ഓർ ഖിഡ്കി സെ ബാഹർ ന ജാനെ ക്യാ ദേഖ്താ സമജ്താ രഹതാ ഥാ. റൂമിൻ്റെ അകവും നോക്കും, അതുപോലെ ജനലിൻ്റെ വെളിയിലോട്ടും നോക്കും. परंतु उसकी समझदारी और कार्यकलाप पर सबको आश्चर्य होता था. ഈ അണ്ണാനിൻ്റെ ഓരോ രീതികൾ കണ്ടിട്ട് എല്ലാവരും അതിശയിക്കുമായിരുന്നു. जब मैं लिखने बैठती तब अपनी ओर मेरा ध्यान आकर्षित करने की उसे इतनी तीव्र इच्छा होती थी कि उसने एक अच्छा उपाय खोज निकाला. ഇനി ഞാൻ എഴുതാനിരിക്കുമ്പം എൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ അത് വളരെ ടെക്നിക്ക് ഉപയോഗിക്കുമായിരുന്നു. ഉസ്മേ ഇത്തിനി തീവ്ര ഇച്ഛ ഹോത്തി ഥി കി ഉസ്നെ ഏക് അച്ഛാ ഉപായ ഖോജ് നിക്കാള. അതൊരു പുതിയ ഐഡിയ കണ്ടെത്തുമായിരുന്നു. ഞാൻ എഴുതാനിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ റൈറ്റർ മഹാദേവി വർമ്മ എഴുത്തുകാരിയാണ് ബേസിക്കലി. അപ്പോൾ അവർ എഴുതാനിരിക്കുമ്പം അവരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും എഴുത്തിലാണ് എന്നറിയുമ്പോൾ ഗില്ലുവിന് ഒരാഗ്രഹം, മഹാദേവി ഗില്ലുവിനെ ശ്രദ്ധിക്കണമെന്ന്. അതിന് ഗില്ലു എന്ത് ചെയ്യും? വഹ മേരെ पैर तक आकर सर से पर्दे पर चढ़ जाता और फिर उसी तेजी से उतरता. എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് സ്പീഡിൽ മുകളിലോട്ട്, കർട്ടൻ്റെ മുകളിലോട്ട് ചാടും. പിന്നെ അതേ സ്പീഡിൽ താഴെ വരും. അപ്പോൾ ഈ ഒരു ക്രമം മുകളിലോട്ടോട്, അപ്പോൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ലേഖികയ്ക്ക് എഴുതാൻ പറ്റത്തില്ല. ഉസ്കാ യഹ ദൗड़ने का क्रम तब तक चलता जब तक मैं उसे पकड़ने के लिए ना उठती. എൻ്റെ എഴുത്ത് നിർത്തി ഞാൻ അതിനെ തലോടി അതിനെ ഒന്ന് കെയർ ചെയ്താലേ അത് ഈ ഓട്ടം നിർത്തത്തുള്ളൂ. അപ്പം നോക്കി, അട്രാക്ഷൻ
ബാക്കിയുള്ളവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ആഗ്രഹം അണ്ണാനിലും അതുപോലെ തന്നെ ഉണ്ട്. അത് നമ്മൾ നായ്ക്കളെയും പൂച്ചയൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ അണ്ണാനിനും ആ ഒരു അട്രാക്ഷൻ വേണം, ആഗ്രഹിക്കുന്നു, അണ്ണാനും അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മളിത് വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. कभी मैं गिल्लू को पकड़कर एक लंबे लिफाफे में इस प्रकार रख देती कि उसके अगले 2 पंजों और सिर के अतिरिक्त सारा लघु गात लिफाफे के भीतर बंद रहता. ചില സമയത്ത് ഞാൻ അതിനെ പിടിച്ചൊരു എൻവലപ്പിൻ്റെ അകത്തിടും. ലിഫാഫ എന്ന് വെച്ചാൽ എൻവലപ്പ്, ലോങ് കവറില്ലേ കത്തൊക്കെ ഇടുന്നേ, അതിൻ്റെ അകത്ത് അണ്ണാനെ കയറ്റി വെക്കും. അപ്പോൾ അണ്ണാനും അത് ഇഷ്ടമാണ്. इस अद्भुत स्थिति में कभी कभी घंटों मेज़ पर दीवार के सहारे खड़ा रहकर वह अपनी चमकीली आँखों से मेरा कार्यकलाप देखा करता. മണിക്കൂറുകളോളം ആ എൻവലപ്പിൽ നിന്ന് അത് ഇറങ്ങാതെ ഇരിക്കും. അപ്പോൾ അതിനർത്ഥം അതിനും അത് ഇഷ്ടമായിരുന്നു ആ ഒരു ഗെയിം. ആ ഒരു കവറിൻ്റെ അകത്ത് വെക്കും, എന്നിട്ട് കൈയും മുഖവും മാത്രം വെളി വരുന്ന രീതിയിൽ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി ആ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ മഹാദേവി വർമ്മയും ചുറ്റിനും നിരീക്ഷിച്ചിട്ടിങ്ങനെ ഇരിക്കും. भूख लगने पर चिक चिक करके मानो यह मुझे सूचना देता और काजू या बिस्किट मिल जाने पर उसी स्थिति में लिफाफे से बाहर वाले पंजों से पकड़कर उसे कुतरता रहता. भूख जब उसे लगती थी, അതിന് വിശക്കുമ്പോൾ അത് ചിക് 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 എന്ന് ഈ അണ്ണാനൊക്കെ ഉണ്ടാക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, ചിക് 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 എന്ന് അങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കും. और वो मुझे सूचना देता और काजू या बिस्किट मिल जाने पर उसी स्थिति में लिफाफे से बाहर वाले पंजों से पकड़कर उसे कुतरता रहता. അപ്പോൾ അതിന് ബിസ്ക്കറ്റും കാഷ്യൂനട്ടുമായിരുന്നു ഇഷ്ടം. അത് കിട്ടുമ്പോൾ അതിങ്ങനെ കൈകൊണ്ടിങ്ങനെ കുതിരി കുതിരി തിന്നുകൊണ്ടേ ഇരിക്കും. അത് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ പിടിച്ചിട്ട് അല്പം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. फिर गिल्लू के जीवन का प्रथम वसंत आया. नीम चमेली की गंध मेरे कमरे से हौले हौले आने लगी. बाहर की गिलहरियाँ खिड़की की जाली के पास आकर चिक चिक करके न जाने क्या कहने लगी. പിന്നീട് അത് വലുതായി മെച്യൂറായി ഗില്ലുവിന് സ്വന്തം ബ്രീഡിലുള്ള മറ്റ് അണ്ണാനുമായിട്ടൊക്കെ ഒരു സൗഹൃദം വേണമെന്നൊരാഗ്രഹം നാച്ചുറലി സ്വാഭാവികമായിട്ടും തോന്നി. ബാഹർ കി ഗിൽഹരിയ ഖിഡ്കി കി ജാലി കെ പാസ് ആക്കർ ചിക് ചിക് കർക്കെ ന ജാനെ ക്യാ കഹനെ ലഗി. അപ്പം വെളിയിൽ നിന്നുള്ള അണ്ണാ കുഞ്ഞുങ്ങളെല്ലാം ജനലിൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഈ റൂമിൽ ജനലിലൊരു കമ്പി വല വെച്ച് ഒരു ബാരിയർ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഗില്ലു പുറത്തു പോകുമല്ലോ. അപ്പോൾ ഈ കമ്പി വലയുടെ അപ്പുറത്ത് മറ്റണ്ണാനൊക്കെ വന്ന് ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചിക് 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 എന്ന സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. गिल्लू को जाली के पास बैठकर अपनेपन से बाहर झांकते देखकर मुझे लगा कि इसे मुक्त करना ആവശ്യക് ഹെ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഗില്ലും ജനലിൻ്റെ അവിടെ ഇരുന്ന് മറ്റണ്ണാനുകളെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഗില്ലു വളർന്ന്, അപ്പോൾ ഇതിനെയും തുറന്നു വിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. मैंने कीले निकाल कर जाली का एक कोना खोल दिया और इस मार्ग से गिल्लू ने बाहर जाने पर सचमुच ही मुक्ति की सांस ली. ഞാൻ മെല്ലെ ആ ജനലിൻ്റെ ആ ഒരു കമ്പി വല അങ്ങ് ഒരു സൈഡിൽ നിന്ന് അല്പം ആണി മാറ്റിയിട്ട്, കീലേന്ന് വെച്ചാൽ ആണി അടിച്ചിരുന്നതാണ്, അത് മാറ്റിയിട്ട് അല്പം ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്തു. और बाहर जाने पर सचमुच ही उसे मुक्ति की सांस मिली. അപ്പം വെളിയിലിറങ്ങിയപ്പോൾ നാച്ചുറലി എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇഷ്ടമാണ് അല്ലേ. അപ്പം വീടിൻ്റെ അകത്ത് തന്നെ വളർന്ന ഗില്ലുവിന് ജനലിൻ്റെ വെളിയിൽ അതിൻ്റെ കൂട്ടുകാരോടൊത്ത് പോകാൻ പറ്റിയപ്പോൾ അതിന് വലിയ ആശ്വാസമായി, സന്തോഷമായി. इतने छोटे जीव को घर में पले कुत्ते बिल्लियों से बचाना भी एक समस्या ही थी. അതുപോലെ വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതിനെ തുറന്നു വിടേണ്ട ആവശ്യകത. വീട്ടിൽ നായ്ക്കളും പൂച്ചയും എല്ലാം ഉണ്ട്. അവരൊക്കെ ഈ അണ്ണാൻ്റെ മുകളിൽ എപ്പോഴാണ് ആക്രമിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മരത്തിലാവുമ്പം പൂച്ചയ്ക്കും നായ്ക്കും ഒന്നും അതിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, അതങ്ങ് ഓടിപ്പോവും. അങ്ങനെ ഗില്ലുവിന് ഫ്രീഡം കിട്ടി. आवश्यक कागज पत्रों के कारण मेरे बाहर जाने पर कमरा बंद ही रहता. मेरे कॉलेज से लौटने पर जैसे ही कमरा खोला गया और मैंने भीतर पैर रखा, वैसे ही गिल्लू अपने जाली के द्वार से भीतर आकर मेरे पैर से सिर और सिर से पैर तक दौड़ लगाने लगा. तब से यह नित्य का क्रम हो गया. അപ്പം മഹാദേവി വർമ്മ ബേസിക്കലി ഒരു കോളേജിൽ ടീച്ച് ചെയ്യുമായിരുന്നു, അതുപോലെ ഒരു എഴുത്തുകാരിയായിരുന്നു. അപ്പോൾ അവരുടെ ടേബിളിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അവർ റൂമിൽ നിന്ന് വെളിയിൽ പോകുമ്പം, രാവിലെ കോളേജിൽ പോകുമ്പോൾ ആ റൂമിൻ്റെ ഡോർ അങ്ങ് ഷട്ട് ചെയ്തിട്ടാണ് പോകുന്നത്, അടച്ചിട്ടാണ് പോകുന്നത്.
ആ സമയത്ത് ഗില്ലു എന്ത് ചെയ്യും? വെളിയിൽ മരത്തിൽ തൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കും. ആ സമയത്ത് ഗില്ലു മരത്തിൽ മറ്റണ്ണാനുകളുടെ കൂടെ കളിക്കും. പക്ഷേ എങ്ങനെയെന്നറിയില്ല, ഈ ഒരു ഗില്ലുവിന് കറക്റ്റ് ടൈം അറിയാം. വൈകിട്ട് 4 മണിക്ക് ഞാൻ എൻ്റെ റൂം തുറക്കുമ്പോൾ ഇത് ജനലിലെ ആ ഓപ്പണിങ്ങിലൂടെ, അല്പം ഒരു ഓപ്പണിങ് വെച്ചിട്ടുണ്ടല്ലോ, അതിലൂടെ അകത്ത് കയറി വരും. और मेरे पैर से सिर और सिर से पैर तक दौड़ लगाने लगता. കാലിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് അങ്ങനെ ഒരു ഓട്ടമാണ്, എന്നുവെച്ചാൽ സ്നേഹപ്രകടനമാണ്. मेरे कमरे से बाहर जाने पर यह भी खिड़की की खुली जाली की राह बाहर चला जाता और दिन भर गिलहरियों के झुंड का नेता बना हर डाल पर उछलता कूदता रहता. और ठीक 4 बजे वह खिड़की से भीतर आकर झूले में झूलने लगता. ഞാൻ റൂം വിട്ട് പോകുമ്പോൾ, ഞാൻ റൂം ഷട്ട് ചെയ്ത് പോകും, അതേ സമയത്ത് ഗില്ലുവും വെളിയിലിറങ്ങും. എന്നിട്ട് കറക്റ്റ് 4 മണി, എങ്ങനെയെന്നറിയില്ല, ഈ കറക്റ്റ് സമയമാകുമ്പോൾ ഞാൻ അകത്ത് വരുമ്പോൾ ഇതും അകത്ത് വന്ന് അതിൻ്റെ ആ ഒരു ഊഞ്ഞാലിൽ ആടാൻ തുടങ്ങും. मुझे चौंकाने की इच्छा उसमें न जाने कब और कैसे उत्पन्न हो गई थी. कभी फूलदान के फूलों में छिप जाता, कभी पर्दे की चुन्नट में और कभी सोनजूही की पत्तियों में. അതുപോലെ എന്നെ പേടിപ്പിക്കാൻ, എന്നെ ഇങ്ങനെ കൗതുകപ്പെടുത്താൻ ഗില്ലു പല അടവുകളും ചെയ്യുമായിരുന്നു. ചില സമയത്ത് ഫൂൽദാൻ കെ ഫൂലോമേ ഛിപ് ജാത്ത, ഫ്ലവർ വേസിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് കയറി ഒളിഞ്ഞിരിക്കും. എന്നിട്ട് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇതിങ്ങനെ കാണും, നമുക്കൊരു ഞെട്ടലാണ്. അതുപോലെ പർദ്ദേക്ക് ചുണ്ണട്ട് മേ ഛിപ് ജാത്ത, കർട്ടൻ്റെ ബാക്കിൽ, കർട്ടൻ്റെ ആ ഒരു ചുളിവിൽ അതിൻ്റെ ഇടയ്ക്ക് കയറി ഒളിച്ചിരിക്കും. കബി സോൻജുഹി കി പത്തിയോമേ, ചില സമയത്ത് സോൻജുഹിയുടെ ഇലകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒളിഞ്ഞിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ സോൻജുഹിയുടെ മുട്ട് വിരിഞ്ഞോ എന്ന കൗതുകത്തോടെ നോക്കുമ്പോൾ മുട്ടിന് പകരം എന്താണ് വിരിഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഗില്ലു എന്നെ പേടിപ്പിക്കും. मेरे पास बहुत से पशु पक्षी हैं और उनका मुझसे लगाव भी कम नहीं है, परंतु उनमें से किसी को मेरे साथ मेरी थाली में खाने की हिम्मत हुई है ऐसा मुझे स्मरण नहीं आता. എനിക്കൊരുപാട് ജീവജാലങ്ങളെ ഞാൻ വളർത്തിയിട്ടുണ്ട്, മഹാദേവി പറയാണ്. പക്ഷേ ആ മൃഗങ്ങൾ ആരും എൻ്റെ ഓർമ്മയിൽ എൻ്റെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ധൈര്യം അവർക്കാർക്കും ഉണ്ടായിട്ടില്ല. ഗില്ലു ഇൻമേ അപവാദ്, പക്ഷേ ഗില്ലു ഒരു എക്സെപ്ഷൻ ആയിരുന്നു. मैं जैसे ही खाने के कमरे में पहुंचती, वह खिड़की से निकलकर आंगन की दीवार बरामदा पार करके मेज पर पहुंच जाता और मेरी थाली में बैठ जाना चाहता. ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പം ഗില്ലു എവിടുന്നാന്നറിയില്ല എന്തൊക്കെ ചാടിയിട്ടാണ് വരുന്നത്. ബാൽക്കണി കഴിഞ്ഞ്, മതിലും കഴിഞ്ഞ്, ബരാന്തയും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് എൻ്റെ ഡൈനിങ് ടേബിളിലേക്ക് വരും. എന്നിട്ട് മേരി थाली में बैठ जाना चाहता, എൻ്റെ പ്ലേറ്റിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ നോക്കുമായിരുന്നു. पर बड़ी कठिनाई से मैंने उसे थाली के पास बैठना सिखाया, जहाँ बैठकर वह मेरी थाली में से एक एक चावल उठाकर बड़ी सफाई से खाता रहता. വളരെ ട്രെയിനിങ്ങിന് ശേഷമാണ് പ്ലേറ്റിൻ്റെ അകത്തല്ല ഇരിക്കേണ്ടത്, വെളിയിലാണ് ഇരിക്കേണ്ടതെന്ന് അതിനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയത്. എന്നിട്ടത് വെളിയിലിരുന്ന് എന്ത് ചെയ്യും? എൻ്റെ പ്ലേറ്റിൽ നിന്ന് ഏക് ഏക് ചാവൽ ഉഠാക്കർ ബഡി സഫായി സേ ഖാത്താ രഹത്ത, ഓരോ ചോറും എടുത്തെടുത്ത് വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കും. काजू उसका प्रिय खाद्य था और कई दिन काजू न मिलने पर वह अन्य खाने की चीज़ें या तो लेना बंद कर देता था या झूले से नीचे फेंक देता था. അതിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഭക്ഷണം കാഷ്യൂനട്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് കാഷ്യൂനട്ട്, എപ്പോഴും കാഷ്യൂനട്ട് കൊടുക്കാൻ ഒക്കില്ല, വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ ചില സമയത്ത് കാഷ്യൂനട്ടല്ല വേറെ എന്തെങ്കിലും കൊടുത്താൽ അതൊന്നുകിൽ കഴിക്കില്ല, ലേന ബന്ദ് കർ ദേത്താ താ യാ ഝൂലെ സെ നീച്ചെ ഫേങ്ക് ദേത്താ താ. അപ്പോൾ അല്പം ചട്ടമ്പിത്തരം ഉണ്ടായിരുന്നു. കാഷ്യൂ അല്ലെന്നറിയുമ്പോൾ അതിനെ തട്ടി താഴെയിടുമായിരുന്നു, ഊഞ്ഞാലിൽ നിന്ന് തട്ടി താഴെയിടുമായിരുന്നു. उसी बीच मुझे मोटर दुर्घटना में आहत होकर कुछ दिन अस्पताल में रहना पड़ा. उन दिनों जब मेरे कमरे का दरवाज़ा खोला जाता, गिल्लू अपने झूले से उतरकर दौड़ता और फिर किसी दूसरे को देखकर तेजी से अपने घोंसले में जा बैठता. അപ്പോൾ ഈ അണ്ണാനും നായ്ക്കളെ പോലൊക്കെ തന്നെ യജമാനോട് വളരെ സ്നേഹമാണെന്നുള്ള ഒരു അറിവാണ് ഈ ഒരു സംസ്മരണം നമുക്ക് തരുന്നത്. നോക്കൂ, ഒരിക്കൽ മഹാദേവി വർമ്മയ്ക്കൊരു ആക്സിഡൻറ്റിൽ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ നാച്ചുറലി അവരുടെ റൂം കുറേ ദിവസം അടഞ്ഞു കിടന്നു. और उन दिनों जब मेरे कमरे का दरवाज़ा खोला जाता, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും ആ റൂം തുറന്ന് അകത്ത് വരുമ്പോൾ ഈ ഗില്ലു ആ ജനലിലൂടെ, ആ വിടവിലൂടെ മഹാദേവി വന്ന് എന്നുള്ള ഒരു ആകാംക്ഷയിൽ അകത്തേക്ക് കയറി വരും. और फिर किसी दूसरे को देखकर
തേജി സെ അപ്നെ ഘോംസ്ലെ മേ ജാ ബൈഠത്ത. അപ്പോഴാണ് അറിയുന്നത് മഹാദേവി അല്ലെന്ന്. അപ്പോൾ അവന് നല്ലപോലെ ഐഡൻറ്റിഫൈ ചെയ്യും മഹാദേവിയെ. വേറെ മനുഷ്യരാരെങ്കിലും കയറി വന്നാൽ അത് നിരാശനായി തിരിച്ച് അതിൻ്റെ ഊഞ്ഞാലിലേക്ക് ചെന്നിരിക്കും. सब उसे काजू दे जाते, परंतु अस्पताल से लौटकर जब मैंने उसके झूले की सफाई की तो उसमें काजू भरे मिले, जिनसे ज्ञात होता था कि वह उन दिनों अपना प्रिय खाद्य कितना कम खाता रहा. അപ്പോൾ ഈ മഹാദേവി വർമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പം കാഷ്യൂ പോലും അതിൻ്റെ ഫേവറേറ്റ് ഫുഡ് പോലും അത് അധികം കഴിക്കാറില്ലായിരുന്നു. അതെങ്ങനെയാണ് മനസ്സിലായത്? അവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ആ ഒരു ഊഞ്ഞാലിൽ കാഷ്യൂസ് കിടപ്പുണ്ടായിരുന്നു. കാരണം അതിന് മഹാദേവി വർമ്മയുടെ ആബ്സെൻസ് വളരെയധികം ഫീൽ ചെയ്തിരുന്നു എന്നത് മനസ്സിലായി. मेरी अस्वस्थता में वह तकिए पर सिरहाने बैठकर अपने नन्हे नन्हे पंजों से मेरे सिर और बालों को इतने हौले हौले सहलाता रहता कि उसका हटना एक परिचारिका के हटने के समान लगता. അപ്പം ചില സമയത്ത് മഹാദേവി വർമ്മ അസുഖമായിട്ടിങ്ങനെ കിടപ്പാവുമ്പോൾ ആ ബെഡ് സൈഡിൽ വന്ന് തലേൻ്റെ അടുത്ത് വന്ന് വളരെ മെല്ലെ 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 തലോടും. അപ്പോൾ അതൊരു അത്ഭുതകരമായ ഒരു സംഭവമാണ് അല്ലേ? ഒരണ്ണാൻ വന്ന് തൻ്റെ യജമാനെ ഇങ്ങനെ തലയിൽ തലോടുന്നത്, വളരെ മെല്ലെ തലോടും. ഓർ ഉസ്കാ ഹട്ന എക് പരിചാരികാക്കെ ഹട്നേക്കെ സമാൻ ലഗ്ത. ആ തലോടിൽ നിർത്തി ഗില്ലു മാറുമ്പം മഹാദേവിക്ക് തോന്നും വളരെ പ്രിയപ്പെട്ട ഒരാളടുത്തു നിന്ന് മാറിയ പോലെ തോന്നും. गर्मियों में जब मैं दोपहर में काम करती रहती तो गिल्लू न बाहर जाता न अपने झूले में बैठता. उसने मेरे निकट रहने के साथ गर्मी से बचने का सर्वथा नया उपाय खोज निकाला था. वह मेरे पास रखी सुराही पर लेट जाता और इस प्रकार समीप भी रहता और ठंडक में भी रहता. അതുപോലെ ഈ ഗിൽഹരിക്ക്, ഈ അണ്ണാന് ബുദ്ധി നല്ലതുണ്ടായിരുന്നു. ചൂട് സമയത്ത് സമ്മർ സീസണിൽ അതധികം വെളിയിൽ പോകത്തില്ലായിരുന്നു. നല്ല ചൂടുള്ള സമയത്ത് നോർത്തിലൊക്കെ നല്ല ചൂടുള്ള സീസണുണ്ട്, വളരെ ഹോട്ട് സമ്മേഴ്സ് ഉണ്ട്. ആ സമയത്ത് ഞാൻ അകത്തിരുന്ന് എഴുതുമ്പോൾ എൻ്റെ അടുത്തൊരു കൂജയുണ്ട്, മൺകൂജ, വെള്ളം കുടിക്കാനുള്ള, വെള്ളം സ്റ്റോർ ചെയ്യുന്ന കൂജ. അപ്പോൾ അതിനൊരു, നമുക്കറിയാം മൺകൂജ അല്ലെ മൺകുടത്തിലൊക്കെ വെള്ളം വെക്കുമ്പോൾ ഒരു തണുപ്പുണ്ട്. ആ തണുപ്പ് തട്ടി ഇങ്ങനെ അതിനോട് പറ്റി കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതുന്ന എൻ്റെ അടുത്ത് ഇരിക്കുകയും ചെയ്യും, അതിന് തണുപ്പ് കിട്ടുകയും ചെയ്യും. അങ്ങനെ അത്രയ്ക്ക് ബുദ്ധിയും അതിന് ഉണ്ടായിരുന്നു. गिलहरियों की जीवन की अवधि 2 वर्ष से अधिक नहीं होती, अतः गिल्लू की जीवन यात्रा का अंत आ ही गया. അപ്പം അണ്ണാൻ, അപ്പോൾ ഈ സ്ക്വിറൽസിന്, അണ്ണാനൊക്കെ ലൈഫ് സ്പാൻ 2 വർഷത്തോളമേ ഉള്ളൂ. 2 വർഷം ആയപ്പോഴത്തേക്കിന് ഗില്ലുൻ്റെ ഒരു ലൈഫ് സ്പാൻ തീരാറായി. അപ്പോൾ അവസാന ദിവസങ്ങളുടെ കാഴ്ചയും വളരെ ടച്ചിങ് ആയിരുന്നു. ദിൻ ഭർ ഉസ്നെ ന കുച്ച് ഖായ ന ബാഹർ ഗയ. ആ ലാസ്റ്റ് ദിവസങ്ങളിൽ അതൊന്നും കഴിച്ചുമില്ല, വെളിയിലും പോയില്ല. रात में अंत की यातना में भी वह मेरी वही उंगली पकड़कर मेरे बिस्तर पर आया और ठंडे पंजों से मेरी उंगली पकड़कर हाथ से चिपक गया. അപ്പോൾ നോക്കി, മനുഷ്യർ ചെയ്യുന്നത് പോലെ, നമ്മൾ അവസാന നിമിഷം അടുത്തിരിക്കുന്നവർ, മരിക്കാറായി കിടക്കുന്നവർ പ്രിയപ്പെട്ടവരുടെ വിരലും കൈയുമൊക്കെ അമർത്തി പിടിക്കുന്നത് പോലെ ഈ അണ്ണാൻ ഈ മഹാദേവി വർമ്മയുടെ വിരലിൽ കയറി പിടിക്കും ആ ലാസ്റ്റ് നിമിഷം. और ठंडे पंजों से मेरी उंगली पकड़कर हाथ से चिपक गया, जिसे उसने अपने बचपन की मरणासन स्थिति में पकड़ा था. അപ്പോൾ വളരെ ചെറിയ ഒരു അവസ്ഥയിൽ ഏറ്റവും ആദ്യം മഹാദേവിയുടെ കയ്യിൽ ഈ അണ്ണാൻകുഞ്ഞിനെ കിട്ടിയപ്പോഴും ഇതേപോലെ മണിക്കൂറുകളോളം ശുശ്രൂഷിച്ചിട്ടാണ് അതിന് ഇച്ചിരി ജീവൻ വീണത്. അല്പം ജീവൻ വീണപ്പോൾ അത് ആദ്യം ചെയ്തത് മഹാദേവിയുടെ വിരലിൽ കയറി പിടിക്കുകയായിരുന്നു ചെയ്തത്. അതേപോലൊരു പിടുത്തം ഈ അവസാന ദിവസവും ഗില്ലു മഹാദേവിയുടെ വിരലിൽ പിടിക്കും. पंजे इतने ठंडे हो रहे थे कि मैंने जाग कर हीटर जलाया और उसे उष्णता देने का प्रयत्न किया. അപ്പോൾ എൻ്റെ വിരലിൽ ആ ഒരു തണുപ്പ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ മരണം അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ മഹാദേവി എന്ത് ചെയ്ത്, ഹീറ്റർ ഓൺ ചെയ്ത് അല്പം ചൂട് കിട്ടട്ടെ എന്ന് വിചാരിച്ച്. परंतु प्रभात की प्रथम किरण के स्पर्श के साथ ही वह किसी और जीवन में जागने के लिए सो गया. പക്ഷേ ആ രാത്രി തന്നെ, അടുത്ത ദിവസത്തെ രാവ് അത് കണ്ടില്ല, ആ രാത്രി തന്നെ അത് മരിച്ചു. ഉസ്കാ झूला उतार कर रख दिया गया है और खिड़की की जाली बंद कर दी गई है, परंतु गिलहरियों की नई पीढ़ी जाली के उस पार चिक चिक करती ही रहती है और सोनजूही पर वसंत आता ही रहता है. അപ്പോൾ ആ ഒരു ഗില്ലുയുടെ മരണശേഷം ആ തൊട്ടിലൊക്കെ എടുത്ത് മാറ്റി, അതിനുള്ള കൂടൊക്കെ എടുത്ത് മാറ്റി
ജനലിൻ്റെ ആ ഒരു വിടവൊക്കെ അങ്ങ് പിന്നെ അടച്ചു. പക്ഷേ ഗിൽഹരിയോ കി നയി പീढ़ी ജാലി കെ ഉസ് പാർ ചിക് ചിക് കർത്തി ഹി രഹത്തി ഹൈ. ജനലിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാം വേറെ ജനറേഷൻ അണ്ണാനുകളുടെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ മഹാദേവിക്ക് വളരെ പ്രിയപ്പെട്ട ഗില്ലു ഇന്ന് ഇല്ല. സോൻജുഹി കി ലതാ കെ നീച്ചെ ഗില്ലു കോ സമാധി ദീ ഗയി ഹൈ. അപ്പോൾ സോൻജുഹി ആയിരുന്നു ഗില്ലു എപ്പോഴും കയറിക്കൊണ്ടിരുന്ന ഒരു വള്ളിച്ചെടി. അതുകൊണ്ട് അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ മൂട്ടിൽ തന്നെ മണ്ണ് മാന്തിയിട്ട് അതിനെ അങ്ങ് അടക്കം ചെയ്തു. इसलिए भी कि उसे वह लता सबसे अधिक प्रिय थी, इसलिए भी कि उस लघु गात का किसी वासंती दिन जूही के पीताब छोटे फूल में खिल जाने का विश्वास മുझे സന്തോഷ് ദേത്താ ഹെ. ആ സോൻജുഹിയുടെ മൂട്ടിൽ തന്നെ എന്താണ് അതിനെ കുഴിച്ചിട്ടത്? അത് ഏറ്റവും പ്രിയപ്പെട്ട ഫേവറിറ്റ് പ്ലാന്റ് ആയിരുന്നു. ഗില്ലു എപ്പോഴും കയറുന്ന ഒരു ചെടിയായിരുന്നു. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ദിവസം ഈ സോൻജുഹിയുടെ മഞ്ഞ പൂവിനെ പോലെ ഈ അണ്ണാൻ, ഈ ഗില്ലു തന്നെ ഒരു പുനർജന്മം എടുത്ത് എന്നെ വന്ന് ഇങ്ങനെ സർപ്രൈസ് ചെയ്യും എന്ന് മഹാദേവിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോൻജുഹിയുടെ ആ മൂട്ടിൽ തന്നെ ഗില്ലുവിനെ അവർ അടക്കം ചെയ്തു. അപ്പോൾ നമ്മളിതിൻ്റെ ഈ സംസ്മരൻ്റെ സ്റ്റാർട്ടിംഗ് പാസേജ് ഇപ്പോഴാണ് ഓർക്കേണ്ടത്. സോൻജുഹി മേ ആജ് ഏക് പീലി കലി ലഗി ഹൈ, ഇസേ ദേഖ് കർ അനായാസ് ഹി ഉസ് ഛോട്ടെ ജീവ് കാ സ്മരൺ ഹോ ആയാ. ഇന്ന് സോൻജുഹിയിൽ ഈ മഞ്ഞ പൂക്കൾ വിരിഞ്ഞപ്പോൾ എനിക്ക് അന്ന് ഞാൻ വളർത്തിയിരുന്ന എൻ്റെ ആ പ്രിയപ്പെട്ട ഗില്ലുവിനെ ഓർമ്മ വരും. ഉസ്കാ സ്മരൺ ഹോ ആയാ ജോ ഇസ് ലതാ കി സഘൻ ഹരിതിമാ മേ छिप कर बैठता था और फिर मेरे निकट पहुँचते ही कंधे पर കൂത് കർ ചോങ്കാ ദേത്താ ഥാ. ഈ ഒരു സോൻജുഹിയുടെ സഘൻ ഹരിതിമ, നല്ല പച്ചിപ്പിലകളുടെ ഇടയ്ക്കിരുന്ന് എന്നെ പേടിപ്പിക്കുമായിരുന്നു, എന്നെ അത്ഭുതപ്പെടുത്തുമായിരുന്നു. എനിക്ക് ആ ഗില്ലുവിനെ ഇന്ന് ഈ ചെടി കണ്ടപ്പോൾ, ഈ മഞ്ഞ പൂ കണ്ടപ്പോൾ ഓർമ്മ വരികയാണ്. തബ് മുझे കലി കി ഖോജ് രഹത്തി थी पर आज उस लघु प्राण की खोज है. അന്ന് ഗില്ലു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഈ സോൻജുഹിയുടെ അടുത്ത് നിൽക്കുന്ന ഞാൻ ഇതിൽ മഞ്ഞ മുട്ട് വിരിഞ്ഞോ എന്ന ആകാംക്ഷയോടെ നോക്കുമായിരുന്നു. അങ്ങനെ ആകാംക്ഷയോടെ നോക്കുമ്പോഴാണ് ഇടയ്ക്കൂന്ന് ഇലകളുടെ ഇടയ്ക്കൂന്ന് ഗില്ലു എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇന്ന് മുട്ടുണ്ട്, പക്ഷേ ഇന്ന് എൻ്റെ ഗില്ലു ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട ഗില്ലുവിനെയാണ് ഇന്ന് എനിക്ക് ഈ മഞ്ഞ മുട്ട് കണ്ടപ്പം ഓർമ്മ വരുന്നത്. സോ ഇതായിരുന്നു മഹാദേവി വർമ്മയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംസ്മരൺ ഗില്ലു. അപ്പോൾ നമുക്ക് താമസിയാതെ എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിലെ. അതുപോലെ നിങ്ങളുടെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, കീപ്പ് ഇൻ ടച്ച്. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്.